15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ വിവിധ വശങ്ങളും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ അടുത്ത ഘട്ടവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചർച്ച ഫലപ്രദമായിരുന്നുവെന്ന് തുടർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ലോക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെ ശക്തമായ ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം സ്വാഭാവികമാണെന്നും അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള സഹകരണത്തിന് ഇരു രാജ്യങ്ങളും രൂപരേഖ തയ്യാറാക്കിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. നിക്ഷേപം, സാമ്പത്തിക സുരക്ഷ, സാങ്കേതികവിദ്യ, ആരോഗ്യം ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. पृथ्वी की सीमाओं को पार कर अंतरिक्ष में भी मानवता की प्रगति का प्रतीक बनेगी. फ्रेंड, ह्यूमन रिसोर्स एक्सचेंज इसके एक्शन प्लान के तहत अगले 5 वर्षों में अलग अलग क्षेत्रों में दोनों तरफ से 5 लाख लोगों के आदान प्रदान को प्रोत्साहन दिया जाएगा. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ജപ്പാൻ 10 ട്രില്യൺ യെൻ നിക്ഷേപം നടത്തുമെന്ന് പ്രധാനമന്ത്രിയെ വ്യക്തമാക്കി. ഇന്ത്യയുടെയും ജപ്പാന്റെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും ബന്ധിപ്പിക്കുന്നതിൽ പ്രത്യേക ഊന്നൽ നൽകും. അടുത്ത 5 വർഷത്തിനുള്ളിൽ മാനവ വിഭവശേഷി കൈമാറ്റത്തിനായി കർമ്മ പദ്ധതി തയ്യാറാക്കും. പ്രതിരോധ വ്യവസായം, തുറമുഖങ്ങൾ, വ്യോമയാനം, കപ്പൽ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തും. ചന്ദ്രയാൻ 5 മിഷനിലെ സഹകരണത്തിനായി ഇസ്രോയും ജാക്സയും തമ്മിലുള്ള കരാറിനെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ലോകത്തെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരസ്പര പൂരകവും ഉഭയകക്ഷി സഹകരണത്തിലുമുള്ള ബന്ധം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമാകും. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിലും ഒപ്പുവെച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.